40 വിമാനത്താവളങ്ങളിൽ ഫ്ലൈറ്റുകൾ വെട്ടിക്കുറച്ച US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ നടപടി കാനഡയെ എങ്ങനെ ബാധിക്കും? ഷട്ട്ഡൌൺ നീളുന്നതിനനുസരിച്ച് വ്യോമാതിർത്തി ഉൾപ്പെടെ അടച്ചിടാൻ സാധ്യതയുണ്ടെന്ന് US ഗതാഗത സെക്രട്ടറി ഷോൺ ഡഫി മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ മറ്റ് രാജ്യങ്ങളിലുൾപ്പെടെ ചിലപ്പോൾ രൂക്ഷമാകാനും ഇടയുണ്ട്. ഈയൊരു സാഹചര്യം കൂടി പരിഗണിച്ചു വേണം നേരത്തെ പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്ത യാത്രകൾക്കായി ഒരുങ്ങാൻ. കാനഡയിലെ ചില എയർപോർട്ടുകൾ സ്ഥിതി മോശമാകാൻ ഇടയുണ്ടെന്ന സൂചന നൽകുമ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മറ്റു ചില എയർപോർട്ടുകളും വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ യാത്രകൾ പ്ലാൻ ചെയ്ത കനേഡിയൻ പൗരന്മാർ യാത്രയ്ക്കൊരുങ്ങുന്നതിനു മുൻപ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നാണ് വിവിധ എയർലൈനുകൾ നൽകുന്ന മുന്നറിയിപ്പ്. കാനഡയിലെ വിവിധ എയർപോർട്ടുകൾ ഈ പ്രതിസന്ധിയെ എങ്ങനെ സമീപിക്കുന്നു എന്ന് നോക്കാം. കാനഡയെ നേരിട്ടല്ലെങ്കിലും പരോക്ഷമായി US ഷട്ട്ഡൌണിന് പിന്നാലെയുള്ള ഫ്ലൈറ്റ് സർവീസ് വെട്ടിക്കുറക്കലുകൾ ബാധിക്കുമെന്നാണ് വ്യോമയാന വിദഗ്ധർ നൽകുന്ന സൂചന. പോർട്ടർ എയർലൈൻസ് നടത്തുന്ന ചില ഫ്ലൈറ്റ് സർവീസുകൾ ഇതിനകം തന്നെ തടസ്സപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എയർപോർട്ടിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് www.flightporter.com എന്ന വെബ്സൈറ്റിൽ യാത്രക്കാർ അവരുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കണം. അറ്റ്ലാന്റ, ഡെൻവർ, ഡാലസ്, ഒർലാൻഡോ, മിയാമി, ലോസ് ആഞ്ചലസ്, സാൻ ഫ്രാൻസിസ്കോ എന്നിവയുൾപ്പെടെ US-ലുടനീളമുള്ള ഏറ്റവും തിരക്കേറിയ എയർപോർട്ടുകൾ ഇതിനകം തന്നെ സർവീസുകൾ വെട്ടിക്കുറച്ചു. ന്യൂയോർക്ക്, ഹ്യൂസ്റ്റൺ, ഷിക്കാഗോ തുടങ്ങിയ ചില വലിയ നഗരങ്ങളിൽ ഒന്നിലധികം എയർപോർട്ടുകളെ ഇത് ബാധിക്കുമെന്നാണ് AP റിപ്പോർട്ട് ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡയുടെ കണക്കനുസരിച്ച് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ മാത്രം 6,08,800 കാനഡക്കാർ US-ലേക്ക് ഫ്ലൈറ്റ് യാത്രകൾ നടത്തിയിട്ടുണ്ട്. അതേസമയം ഫ്ലൈറ്റ് സർവീസുകൾ വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്ക് കാത്തിരിക്കുകയാണ് എന്നാണ് എയർ കാനഡ വ്യക്തമാക്കിയത്. സാധാരണ ഷെഡ്യൂളുകൾ നിലനിർത്തുകയാണെന്നും തങ്ങളുടെ പങ്കാളിയായ യുണൈറ്റഡ് എയർലൈൻസ് നടത്തുന്ന US ആഭ്യന്തര ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യാനിരിക്കുന്ന യാത്രക്കാർക്ക് യാത്ര മാറ്റിവെക്കാൻ അനുവദിക്കുന്ന തരത്തിൽ പദ്ധതി തയ്യാറാവുന്നുണ്ടെന്നുമാണ് എയർലൈൻ വ്യക്തമാക്കിയത്. അതേസമയം കാനഡയിലെ എയർ ട്രാഫിക് കൺട്രോളിന്റെ ചുമതലയുള്ള ഏജൻസിയായ NAV കാനഡ US ഷട്ട്ഡൌണിന്റെ പിന്നാലെ കനേഡിയൻ എയർ നാവിഗേഷൻ സേവനങ്ങൾ സാധാരണ പോലെ തുടരുകയാണെന്നും ഇതുവരെ യാതൊരുവിധ തടസ്സവുമില്ലെന്നാണ് വ്യക്തമാക്കിയത്. അതിർത്തി കടന്നുള്ള പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് തുടരുകയും കാനഡയുടെ വ്യോമാതിർത്തിക്കുള്ളിലെ വ്യോമഗതാഗതത്തിന്റെ സുരക്ഷിതവും കാര്യക്ഷമവുമായ മാനേജ്മെന്റ് ഉറപ്പാക്കാൻ ശ്രമിക്കുകയാണ് എന്നുമാണ് അധികൃതർ നൽകുന്ന അറിയിപ്പ്. US-ലേക്ക് യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാരും അവരുടെ എയർലൈനുമായി അവരുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന് ഹാലിഫാക്സ് എയർപോർട്ടും നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മൺട്രിയോൾ ട്രൂഡോ അന്താരാഷ്ട്ര വിമാനത്താവളം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണെന്നും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നുമാണ് എയർപോർട്ട് അധികൃതർ പറയുന്നത്. അതേസമയം ചില കനേഡിയൻ യാത്രക്കാർക്ക് തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെന്ന് എഡ്മിന്റൺ എയർപോർട്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കണമെന്നാണ് എയർപോർട്ട് വക്താവ് അറിയിച്ചത്. US വിമാന കമ്പനികൾ എങ്ങനെ പ്രശ്നം കൈകാര്യം ചെയ്യുന്നു എന്നതിന് അനുസരിച്ചാണ് കാനഡയ്ക്കും US-നുമിടയിലുള്ള റൂട്ടുകളിൽ പ്രത്യാഘാതങ്ങൾ കണക്കാക്കാൻ സാധിക്കുകയെന്ന് വൻകൂവർ എയർപോർട്ട് അതോറിറ്റി നിലപാട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് NC ന്യൂസ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.